തൃശൂർ പബ്ലിക് ലൈബ്രറി നിലവിൽ വന്നിട്ട് 140 വർഷമായി. കൊച്ചി ദിവാന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ വായനശാല പിന്നീട് തൃശൂർ പബ്ലിക് ലൈബ്രറിയായി മാറുകയായിരുന്നു. റഫറൻസ്, ബാലസാഹിത്യം, വിവിധ പഠന ഗവേഷണ പുസ്തകങ്ങൾ, സാഹിത്യം എന്നീ ഇനങ്ങളിലായി 1.5 ലക്ഷത്തോളം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ആദ്യ കോപ്പിയും തൃശൂർ പബ്ലിക് ലൈബ്രറിക്ക് സ്വന്തം. സംസ്ഥാനത്ത് ആദ്യമായി കമ്പ്യൂട്ടർവൽക്കരിച്ച ലൈബ്രറിയാണിത്. ഇങ്ങനെ പ്രത്യേകതകൾ ഏറെയുണ്ടെങ്കിലും സ്വന്തമായൊരു കെട്ടിടമില്ലാത്തതിനാൽ വീർപ്പുമുട്ടുകയാണ് 10,000 അംഗങ്ങളുള്ള ഈ ലൈബ്രറി. ഇത് PWയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. ഞങ്ങൾക്ക് തന്നെ താനൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ഇതിന് മുമ്പത്തെ വർഷം വരെ എല്ലാ മഴക്കാലത്തും ചോരുകയും കുറേ പുസ്തകങ്ങൾ കേടുവരികയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പുസ്തകങ്ങൾ അലമാരകൾക്ക് മുകളിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെ പലതും നശിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ചലിക്കുന്ന വായനശാല, സർക്കുലേഷൻ ലൈബ്രറി എന്നീ സംരംഭങ്ങളും ഇവിടെയുണ്ട്. പുതുതായി സിവിൽ സർവീസുകാർക്ക് മാത്രമായുള്ള വിഭാഗം, സംസ്ഥാനത്തെ സർവകലാശാല ലൈബ്രറികളുമായി ബന്ധപ്പെടുത്തി ഈ ലൈബ്രറി, ഉന്നത പഠനം നേടുന്നവർക്കായുള്ള റഫറൻസ് കേന്ദ്രം എന്നീ സ്വപ്നങ്ങളും ലൈബ്രറി അധികൃതർക്കുണ്ട്. ഇതിനായി ടൗൺഹാളിന് പുറത്തെ സർക്കാർ സ്ഥലത്ത് പുതിയ ലൈബ്രറി സ്ഥാപിക്കണമെന്നതാണ് പുസ്തകപ്രേമികളുടെ ആവശ്യം. അഫ്സാബ് റഹ്മാൻ, മീഡിയ 1.